എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ഹാർവിംഗ് ഫെസ്റ്റിവൽ അത് നടക്കാനായിട്ട് പോവാണ്. നമ്മുടെ ആൾക്കാരുടെ ക്ലാസ് ഒഴികെ ബാക്കിയുള്ള ക്ലാസ്സുകളെല്ലാവരും ഇത് പങ്കെടുക്കാനായിട്ട് അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. മാസ്റ്റേഴ്സ് ആണെങ്കിൽ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അതെന്ത് തരത്തിലുള്ള ടെസ്റ്റ് ആണെന്നും അതിലെങ്ങനെയൊക്കെ പെർഫോം ചെയ്യണമെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. കുട്ടികളാണെങ്കിൽ അതെല്ലാം കേട്ട് ഇപ്പൊ മത്സരത്തിൽ പങ്കെടുക്കാൻ റെഡി ആവുകയാണ്. മറ്റൊരു ഭാഗത്ത് കുട്ടികളുടെ എല്ലാ ആവേശം കണ്ട് രണ്ട് ടീച്ചേഴ്സ് അവരാണെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. CCTVയിലൂടെ അവരെല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യും. വാവ്, കുട്ടികളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവർക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി കഴിഞ്ഞ തവണ ഈ ഒരു ടെസ്റ്റിൽ ജയിച്ചത് അത് മറ്റാരുമല്ല, ആവരിയാണ്. അതുകൊണ്ടാണ് അവൾക്ക് സ്റ്റുഡന്റ് പ്രസിഡന്റ് കൗൺസിൽ സ്ഥാനം അത് കിട്ടിയത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ബാറ്റിൽ പ്ലേസ് കാണിക്കും. അവിടെയാണെങ്കിൽ 4 എൻട്രൻസ് ആണ് ഉള്ളത്. അതിൽ ഇഷ്ടമുള്ള എൻട്രൻസ് സ്റ്റുഡൻസിന് തെരഞ്ഞെടുത്ത് അതിലൂടെ അവരുടെ മത്സരം അവർക്ക് സാധ്യമാക്കാൻ കഴിയും. അതനുസരിച്ച് വേണം അവർക്കുള്ള റാങ്ക് ഇൻക്രിമെന്റ് അത് ടീച്ചേഴ്സിന് നൽകാൻ. ഇവിടെ കുട്ടികളാണെങ്കിൽ മത്സരിക്കാൻ റെഡിയായിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും അവിടെ ഭയങ്കരമായിട്ട് ഒരു സ്മെല്ലടിക്കുക. കുട്ടികളും ടീച്ചേഴ്സും ഇപ്പൊ പരസ്പരം നോക്കും. അവർക്കത് എവിടുന്നാണെന്ന് മനസ്സിലാവില്ല. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് കുട്ടിക്കൊരങ്ങനെ പോലെ ഒരു പയ്യൻ, അവന്റെ ചുറ്റുമുള്ള എല്ലാവരും ആ സ്മെല്ലടിച്ച് ബോധം കെട്ട് താഴെ വീഴുകയാണ്. അവനാണെങ്കിൽ വല്ലാത്തൊരു എക്സ്പ്രഷനൊക്കെ ഇട്ട് ചുറ്റും നോക്കും. അവന്റെ അടുത്തേക്ക് വരുന്നവർക്ക് എല്ലാവർക്കും അവരുടെ ബോധം നഷ്ടപ്പെടും. ഉടനെ ബാക്കിയുള്ള സ്റ്റുഡൻസ് എല്ലാവരും അവനെ കണ്ട് പേടിച്ച് ദൂരേക്ക് മാറുകയാണ്. കട്ട് ചെയ്ത പച്ച ഡ്രസ് ഇട്ട 2 പേര്, ഇവർ ബ്രദേഴ്സാണ്. ഉറപ്പായാലും ഈ ഒരു ബാറ്റിൽ ജയിക്കണമെന്ന് പറഞ്ഞ് അവരിപ്പോ അവിടേക്ക് കടന്നു വരികയാണ്. അവരെ കണ്ട് ബാക്കിയുള്ള സ്റ്റുഡൻസ് എല്ലാവരും ഷോക്കാവും. ഇവർ 2 പേരും സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് അല്ലേ, ഇവരെന്തിന് ഇവിടേക്ക് വന്നു? അവർക്കാണെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ്. അവർ പരസ്പരം പറയും, തീർച്ചയായിട്ടും ഈ ബാറ്റിൽ നമ്മൾ ജയിക്കും, ഏറ്റവും കൂടുതൽ സ്കോർ നമുക്ക് കിട്ടും, നമ്മുടെ റാങ്ക് അത് ഉറപ്പായാലും നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഉടനെ ഒരു ടീച്ചർ അവിടേക്ക് വന്ന് ബാക്കിയുള്ള ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനോട് പറയും, നിങ്ങളുടെ സംശയം ശരിയാണ്, ഇവർ 2 പേരും സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ്. പക്ഷേ കഴിഞ്ഞ ഇയറിൽ ഇവർ ഈ എക്സാം സ്കിപ്പ് ചെയ്തു. അതുകൊണ്ടാണ് അവർ ഈ ഒരു എക്സാമിൽ ഇപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് കണ്ണാടിയൊക്കെ വെച്ച ഒരു ബുദ്ധിമാനെ ടീച്ചർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ഇവന് ഭയങ്കര ബുദ്ധിയാണ്. ഒരുപാട് ബുക്സ് ഒക്കെ ഇവൻ ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. എപ്പോഴും എല്ലാ എക്സാമിലും സെക്കൻഡ് റാങ്ക് വാങ്ങുക എന്നതാണ് ഇവന്റെ സ്പെഷ്യാലിറ്റി. അതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോ സ്റ്റുഡൻസിനും ഓരോ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഓരോ സ്റ്റുഡൻസിന്റെയും പ്രത്യേകതകൾ പറഞ്ഞു കൊടുക്കും. ഡോറോ ബ്രദേഴ്സ് അവരിപ്പോ മിസ്റ്ററി ക്ലാസ്സിനെയൊക്കെ കണ്ട് മുരച്ചു നിൽക്കുന്നത് കാണുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്ക് ഭയങ്കര അത്ഭുതം തോന്നും. അത്ഭുതം തോന്നേണ്ട കാര്യമില്ല, അവർക്ക് മിസ്റ്ററി ക്ലാസ്സിലെ കുട്ടികളെ ഒട്ടും ഇഷ്ടമല്ല. ആ ബ്രദേഴ്സ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ആ ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല, അവര് ഈ സ്കൂളിൽ തന്നെ സ്റ്റാർസ് ആയി. ടീച്ചേഴ്സിനെ വെറുപ്പിച്ച് അവർ ആ റോയൽ ക്ലാസ് അത് പിടിച്ചെടുത്തു. ആ പാർക്ക് പോലും അവർ സ്വന്തമാക്കി. മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരെയും ഇംപ്രസ് ചെയ്ത് അവരിപ്പോ ഈ സ്കൂളിൽ തന്നെ മോസ്റ്റ് പോപ്പുലർ സ്റ്റുഡൻസ് ആയി മാറി. അതാണ് ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത്. അവരങ്ങനെ കുറ്റം പറയുന്ന കറക്റ്റ് സമയത്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാർ അവരവിടേക്ക് വരികയാണ്. ഇത്രയും കാലവും മഹാവികൃതികളായ നമ്മുടെ ആൾക്കാരെല്ലാവരും വളരെ അടക്കത്തോടും ഒതുക്കത്തോടും അച്ചടക്കത്തോടും കൂടെയൊക്കെ കടന്നു വരുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. ട്യൂട്ടേഴ്സിനാണെങ്കിൽ അവരുടെ സ്റ്റുഡൻസിനെ ഇപ്പൊ കാണുമ്പോൾ വല്ലാത്തൊരു അഭിമാനമൊക്കെ തോന്നും. അവരെ തന്നെ നോക്കി ട്യൂട്ടേഴ്സ് അങ്ങനെ ഹായ് ആയിട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ സ്റ്റുഡൻസ് അവരാണെങ്കിൽ വീണ്ടും അത്രയും ദിവസം അവരെടുത്ത ട്രെയിനിങ്ങിനെ കുറിച്ച് പരസ്പരം പറയുകയാണ്. അതിലൊരുത്തം പറയും, ഞങ്ങൾ ചെയ്ത ട്രെയിനിങ് ആണ് ഏറ്റവും ടഫ്, അത്രയും ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടായിട്ടില്ല. ഉടനെ അത് കേട്ട് വേറെ ഒരുത്തി അവള് പറയും, അയ്യോ അല്ല, ഞങ്ങളുടേതാണ് ശരിക്കും വലിയ കഷ്ടപ്പാട് നിറഞ്ഞ ട്രെയിനിങ്, പക്ഷേ ഞങ്ങളത് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് അത് വളരെ എളുപ്പമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നൊക്കെ അവർ കാഷ്വലായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഹീറോ അവൻ അവിടേക്ക് വരിക. ഹായ് ഫ്രണ്ട്സ്, ഒരല്പം വൈകിപ്പോയി, പക്ഷെ കുഴപ്പമില്ല, നിങ്ങളെല്ലാവരും ഓക്കെ അല്ലേ ചോദിച്ച് അവനിപ്പോ അവരുടെ അടുത്തേക്ക് വരും. ഹീറോയെ കണ്ട് ബാക്കിയുള്ള സ്റ്റുഡൻസ്, വാവ്, ഇവനിപ്പോ നല്ല ചേഞ്ച് ഉണ്ട്, ഒരുപക്ഷെ ഇവനായിരിക്കും ഈ ഒരു ബാറ്റിൽ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പോകുന്നത്. അതിനാസ് പറയും, ആ ട്യൂട്ടർ ഇവന് നന്നായിട്ട് ട്രെയിനിങ് കൊടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഹീറോയുടെ മുഖത്ത് വലിയൊരു റിഫ്രഷ്മെന്റ് കാണുന്നുണ്ട്. അവന്റെ കോൺഫിഡൻസ് അത് അവന്റെ ഫേസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അവൻ എന്തൊക്കെയോ പുതിയ കഴിവും എബിലിറ്റിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഇതിലവൻ നല്ലതുപോലെ പെർഫോം ചെയ്യും. ആണെങ്കിൽ ചുറ്റും നോക്കും, എല്ലാവരും അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് വളരെ സ്മാർട്ടായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ആസിന്റെ മാത്രം ഡ്രസ്സ് അത് ഭയങ്കര വിയേർഡായിട്ട് ചെളിയൊക്കെ പുരണ്ട് കയറിയിരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ഫുൾ കോൺഫിഡൻസിൽ ആ ബാറ്റിൽ ഫീൽഡിലേക്ക് പോകും. അത് കണ്ട ആസിനും ഇപ്പൊ വല്ലാത്തൊരു കോൺഫിഡൻസ് തോന്നും. ഒരു കാരണവശാലും ഞാനും ഇതിൽ തോറ്റു കൊടുക്കില്ല, ഞാൻ മാസ്റ്ററിന്റെ ഫ്രണ്ടാണ്, സോ ഞാനിതിൽ ഫെയിലായ
അതിന്റെ നാണക്കേട് അതിന്റെ മാസ്റ്ററിനാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഹീറോ ആണെങ്കിൽ ആ ഗ്രൗണ്ട് മുഴുവൻ പച്ചമുടി പെണ്ണിന് വേണ്ടി അന്വേഷിക്കുകയാണ്. അവളെ ഇപ്പൊ കാണാനില്ല. ഹീറോ അടുത്ത് കണ്ട എല്ലാവരോടും ആരെ എവിടെ, നിങ്ങൾ ആരെങ്കിലും അവളെ കണ്ടോ എന്ന് ചോദിക്കും. അതിനവരെല്ലാവരും ഇല്ല, ഞങ്ങൾ കണ്ടില്ല എന്നായിരിക്കും മറുപടി പറയുക. ഇവിടെ ടീച്ചേഴ്സ് ആണെങ്കിൽ അനൗൺസ് ചെയ്യും, അടുത്ത ഏതാനും സെക്കൻഡുകളിൽ നിങ്ങളുടെ ഈ മത്സരം അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 6666 മിനിറ്റുകൾ അല്ലെങ്കിൽ 4 ദിവസം, അതാണ് ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തരുന്ന ടൈം. ആണെങ്കിൽ സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ആ 4 എൻട്രൻസ് അത് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത കൗൺസിൽ റൂമിൽ നമ്മുടെ ആവരി, അവളാണെങ്കിൽ ആ ഒരു മത്സരം കാണാൻ വളരെ ആവേശത്തിൽ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. ഇവിടെ ചെമ്പമുടിയനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി റൗണ്ടിൽ നിൽക്കും. അതിനുശേഷം ഹീറോയുടെ ചെവിയിൽ സീക്രട്ട് ആയിട്ട് എന്തോ ഒന്ന് പറയാണ്. ഹീറോ അത് കേട്ട് ഷോക്കാവും, ഇത് ഞാൻ തന്നെ പറയണോ? അടുത്ത നിമിഷം ഹീറോ ആണെങ്കിൽ നിലവിളിച്ച് പറയും, നമ്മളെല്ലാവരും ഈ ഒരു ടെസ്റ്റിൽ ജയിക്കണം. ആരെങ്കിലും തോറ്റു പോവാണെങ്കിൽ നമ്മളെല്ലാവരും ചേർന്ന് അവനെ ഇട്ടിച്ച് സൂപ്പാക്കുമെന്ന് പറയും. അത് കേട്ട് എല്ലാവരും ആരവത്തിൽ ശബ്ദം മുഴക്കും, ഇല്ല, നമ്മൾ മിസ്റ്ററി ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഒന്നും ഇതിൽ തോൽക്കില്ല, നമ്മൾ ജയിക്കുമെന്ന് പറഞ്ഞ് അവർ തുള്ളിച്ചാടുകയാണ്. അവരുടെ ഈ ശബ്ദം ചുറ്റുമുണ്ടായിരുന്നവരെല്ലാവരും കേൾക്കും. അവർക്കാണെങ്കിൽ കുറച്ച് ദേഷ്യമൊക്കെ തോന്നും. ഇവിടെ മാസ്റ്റർ ആണെങ്കിൽ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. 3, 2, 1, 0 എന്ന് പറയേണ്ട താമസം കുട്ടികളെല്ലാവരും ഓരോ എൻട്രൻസ് വഴി അകത്തേക്ക് ഓടുകയാണ്. ഉടനെ ഒരു മാസ്റ്റർ വിളിച്ചു പറയും, നിങ്ങൾ എത്രയൊക്കെ സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് വരുന്നോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ റാങ്കിങ് തീരുമാനിക്കുക. ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങളുടെ പോയിന്റ്സ് അതനുസരിച്ച് ക്ഷണവേഗത്തിൽ നിങ്ങളുടെ റാങ്കിങ് കൂടും. അത് കേൾക്കേണ്ട താമസം ഒരു പയ്യനാണെങ്കിൽ ഒരു മഷ്റൂം പറിച്ചെടുക്കും. അതിനാണെങ്കിൽ കുറച്ച് പോയിന്റ് ഒക്കെ ഉണ്ട്. അത് കിട്ടിയ സന്തോഷത്തിൽ അവൻ തുള്ളിച്ചാടുകയാണ്. ആ ടീച്ചർ ആണെങ്കിൽ ഇവിടെ നിർത്താതെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ള സ്റ്റുഡൻസിനെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. ആരെങ്കിലും ഏതെങ്കിലും സ്റ്റുഡൻസിനെ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടാൽ തീർച്ചയായിട്ടും അപ്പം തന്നെ അവർ ഡിസ്ക്വാളിഫൈ ചെയ്യും. അതുപോലെ തന്നെ പരസ്പരം ചീറ്റ് ചെയ്യുക, ടീച്ചേഴ്സിനെ ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ നിങ്ങളുടെ ഫാക്കൽറ്റീസും ട്യൂട്ടേഴ്സും ഒക്കെ തന്നെ നിങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകും. നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം വരികയാണെങ്കിൽ അവരോടി വന്ന് നിങ്ങളെ സേവ് ചെയ്യും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ നമ്മുടെ പച്ച മാസ്റ്റർ കാണിക്കും. ആളാണെങ്കിൽ ഒരു മഷ്റൂം എടുത്ത് കയ്യിൽ വെച്ച് ഓരോ ഡിഷൊക്കെ ഇമാജിൻ ചെയ്യും. അലിക ഓടി വന്ന് അവന്റെ തലയ്ക്കൊരു കൊട്ടു കൊടുക്കും. നിനക്ക് നാണമില്ലേ? ഒന്നും അല്ലെങ്കിലും നീ ഒരു ടീച്ചറല്ലേ? കുട്ടികളുടെ മുൻപിൽ അല്പം മെച്യൂരിറ്റി ഒക്കെ കാണിക്കാൻ പറഞ്ഞ് ആ ടീച്ചറിനെ ഉപദേശിക്കുകയാണ്. ഇവിടെ കുട്ടികളാണെങ്കിൽ വാശിയിൽ ഓരോ സാധനങ്ങൾ പറിച്ച് ഇപ്പൊ കളക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ടൊരു ടൈഗർ അതാണെങ്കിൽ ഇപ്പൊ സ്റ്റുഡൻസുകൾക്ക് നേരെ കുതിച്ചു വരികയാണ്. ആക്ച്വലി ആ ടൈഗറിന് 150 പോയിന്റ്സ് ഉണ്ട്. അത് മനസ്സിലാക്കിയ നമ്മുടെ ആസ് അവൻ ചാടി വന്ന് അതിനെ അട്ടിച്ച് താഴെയിട്ട് ആ പോയിന്റ്സ് കരസ്ഥമാക്കും. ആസ് ആണെങ്കിൽ ഓരോ ബീസ്റ്റുകളെ ആയിട്ട് ഇപ്പൊ തല്ലി തല്ലി കൊന്ന് അവൻ കളക്ട് ചെയ്യാണ്. ചുറ്റുമുള്ള സ്റ്റുഡൻസ് അത് കണ്ട് ഫ്രീസ് ആവും. ഇവനിങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തോറ്റുപോകും. സോ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അവർ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഓരോ മാസ്റ്ററിനാണെങ്കിൽ ആസിന്റെ പെർഫോമൻസ് ഒക്കെ കണ്ട് ഭയങ്കര അഭിമാനം. അവൻ എന്റെ സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞ് ആളങ്ങനെ ആസിനെ തന്നെ നോക്കും. ആസ് ആണെങ്കിൽ ആ ജിമ്മിന്റെ അടുത്തേക്ക് വരും. നമ്മൾ ഇനിയും ഒന്നിച്ച് തന്നെ നിൽക്കണം. നമ്മൾ ടീമായിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവരിപ്പോൾ ടീമായിട്ട് ചില പവറൊക്കെ റിലീസ് ചെയ്ത് ടാറ്റിക്സ് ആലോചിക്കുകയാണ്. ജിമ്മനാണെങ്കിൽ ആസിനോട് പറയും, തീർച്ചയായിട്ടും നമ്മൾ രണ്ടുപേരും കമ്പൈനായിട്ട് അറ്റാക്ക് ചെയ്യണം. ആക്ച്വലി ആവരി പെണ്ണ് അവൾ 59,000 പോയിന്റ്സ് എടുത്താണ് കഴിഞ്ഞ തവണ ജയിച്ചത്. സോ അതിന്റെ ഇരട്ടിയെങ്കിലും നമ്മൾ നേടിയെടുക്കണം. അങ്ങനെയെങ്കിലും മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റൂ. സോ ചെറിയ ചെറിയ പോയിന്റ്സ് ഉള്ള സാധനങ്ങളെ ഒറ്റകളെ തൽക്കാലം നമുക്ക് ഉപേക്ഷിച്ച് വലിയ പോയിന്റ്സ് ഉള്ള മോൺസ്റ്റേഴ്സിനെയും ക്രീച്ചേഴ്സിനെയും ഒക്കെ അറ്റാക്ക് ചെയ്ത് പിടിക്കണം. ആസിന്റെ മനസ്സിൽ മറ്റൊരു കാര്യമാണ്, അൺനോൺ ആയിട്ടുള്ള ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആ കാട്ടിലുണ്ട്. അതിനെ അവരെ കൊണ്ട് പിടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് അവർക്ക് എത്ര പോയിന്റ്സ് വേണോ അത് മുഴുവൻ സ്വന്തമാക്കാം. അതിന് ഓൾമോസ്റ്റ് 1 lakh പുറത്തുണ്ട്. പക്ഷെ അത് ഈ കാട്ടിലുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞ് ഈ കാര്യം ഇപ്പൊ ജിമ്മനോട് ഡിസ്കസ് ചെയ്യും. അപ്പോഴായിരിക്കും ആ ഡോറ ബ്രദേഴ്സ് അവരിപ്പോ അവിടേക്ക് ചാടി വരിക. നമ്മുടെ ആൾക്കാർ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ കേട്ട് മനസ്സിലാക്കി ഇപ്പൊ നമ്മുടെ ആൾക്കാരെ നോക്കും. ആസിനും ജിമ്മനും അതൊരു വലിയ ഷോക്കായി. ഫുൾ കലിപ്പില് ആ ബ്രദേഴ്സിനെ നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.